നാലാമത്തെ നിയോഗ പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ പങ്കുകൊള്ളുകയും പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം സമയമുണ്ടാക്കി 1 മണിക്കൂർ ഗസമേനി പ്രാർത്ഥന നിങ്ങൾ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. അതിനകത്ത് നിങ്ങളുടെ ദൈവദാസനായ ജോസ് തോമസ് ബ്രദറിനും കുടുംബത്തിനും ബ്രദറിൻ്റെ ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഒപ്പം ധ്യാന കേന്ദ്രത്തിനും പണിതുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ഗ്രോട്ടോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ ഓരോ ആവശ്യം, മക്കളെ, നിയോഗ പ്രാർത്ഥന ഇങ്ങനെയാണ്. നിങ്ങൾക്ക് സാധിക്കാത്ത ദൈവത്തിന് സാധ്യമാണ്. ആ 2 നിയോഗങ്ങൾ നിങ്ങൾ 2 നിയോഗങ്ങൾ എടുത്തിട്ട് ആഡ് ചെയ്യുക, അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ. ഒരു 43 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യേണ്ടത്. 41 ദിവസം. ഇപ്പം 4-ാം നാളാണത്. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്കുന്ന് കയറിയാലും കുഴപ്പമില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഈ 41 കഴിഞ്ഞാൽ പിന്നെ 41, ഇപ്പോൾ രണ്ടാമത്തെ 41ലേക്കാണ് കയറിയേക്കണത്. എല്ലാം ദൈവത്തിൻ്റെ മെസ്സേജ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ 1 അവർ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാം. ടീം പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുന്നു. കുർബാനയും ജപമാലയും ബൈബിൾ പഠനമൊക്കെ കൂടി 1 മണിക്കൂർ എങ്കിലും നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെയാണ് നിയോഗ പ്രാർത്ഥന നമ്മൾ സമർപ്പിക്കുന്നത്. 43 ദിവസത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കണം. കർത്താവായ ഈശോയെ, എൻ്റെ മക്കളെ, ഇന്നത്തെ നിങ്ങൾ ഒരു ദിവസത്തെ ലീവ് കഴിഞ്ഞ് തൊഴിലുകളിലേക്ക് പോവുകയാണ്. തൊഴിലുകൾ, ബിസിനസ്, വ്യാപാരങ്ങൾ, നിങ്ങളുടെ പഠനം, പ്രാർത്ഥനാ ജീവിതം, ഇതെല്ലാം ദൈവത്തിന് സമർപ്പിക്കാം. നല്ല പ്രഭാതം തന്നതിനോർത്ത് ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, എഴുന്നള്ളി വരണേ കർത്താവേ. ഞങ്ങളുടെ ഇടവക വികാരിമാരെ, ആഗോള കത്തോലിക്ക സഭയെ അനുഗ്രഹിക്കണേ. സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രേക്ഷിതരെ അനുഗ്രഹിക്കണമേ. ദൈവം തെരഞ്ഞെടുത്ത യുദ്ധപ്പടയാളികളാണ് കർത്താവേ. കർത്താവിൻ്റെ വചനപ്രഘോഷകർ പടയാളികളാണ്, പിശാചിനെതിരെയുള്ള യുദ്ധപ്പടയാളികൾ. അവരെല്ലാവരെയും, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഇന്നലെ ധ്യാനം കൂടി പോയ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ കർത്താവേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ കർത്താവേ. പഠിക്കുന്ന മക്കൾ നന്നായി പഠിക്കട്ടെ കർത്താവേ. കർത്താവായ ഈശോയെ, അവർ പ്രാർത്ഥനയിലും നിലനിൽപ്പിൻ്റെ വരവും കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ. കർത്താവായ യേശുവേ, എഴുന്നള്ളി വരണമേ, 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 എഴുന്നള്ളി വരണേ കർത്താവേ. എഴുന്നള്ളി വരണേ കർത്താവേ, എഴുന്നള്ളി വരണേ കർത്താവേ. ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ഗ്രോട്ടോടെ വർക്ക് എത്ര പെട്ടെന്ന് തീരട്ടെ. അതിനാവശ്യമായ സമ്പത്തും പണിക്കാരെയും സാധനങ്ങൾ വരട്ടെ. മക്കളെ പ്രാർത്ഥിക്കണം കേട്ടോ. മാതാവിൻ്റെ ഗ്രോട്ടോ പണി തീരാൻ വേണ്ടി ഈശോയെ നന്ദി കർത്താവേ. കടൽ തൊഴിലാളികൾ കർത്താവെ, ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കടൽ തൊഴിലാളികളും, ഇത് കേൾക്കുന്ന എല്ലാ കടൽ തൊഴിലാളികളും കുടുംബങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ. എല്ലാ കൃഷിയിടങ്ങൾ, വ്യാപാരങ്ങൾ, തോട്ടപ്പണി, തോട്ടം നടത്തുന്നവർ, വാഹനമുള്ളവർ, വാഹനം വാടകയ്ക്ക് ഓടിക്കുന്നവർ, വാഹനങ്ങളെ അനുഗ്രഹിക്കണമേ. അവർക്ക് നല്ല ഓട്ടം കൊടുക്കണമേ കർത്താവേ. നമ്മുടെ അയൽവാസികളെ സമർപ്പിക്കാം മക്കളെ, അവരും അനുഗ്രഹമാകട്ടെ. അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബന്ധുമിത്രാദികളെ സമർപ്പിക്കാം, അവരും അനുഗ്രഹരാകട്ടെ. നമ്മുടെ മക്കളെ സമർപ്പിക്കാം, മാതാപിതാക്കളെ സമർപ്പിക്കാം, സഹോദരങ്ങളെ സമർപ്പിക്കാം. അവർക്ക് മാനസാന്തരം ഉണ്ടാവട്ടെ. അവർ ദൈവത്തിൻ്റെ മക്കളായി അവർ മാറട്ടെ കർത്താവേ. യേശുവേ, നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിശുദ്ധനോട് ചേർന്ന്, സർവശക്തനായ ദൈവത്തോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഇന്ന് കേൾക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണം കർത്താവേ. അവർ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഭാവിയായി എനിക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ. ഇത് കേൾക്കുന്നവരുടെ കുടുംബം ആസ്വദിക്കപ്പെടട്ടെ. അവരുടെ ജീവിതം അനുഗ്രഹമായി മാറട്ടെ. അവരുടെ കടഭാരം മാറട്ടെ. ആത്മഹത്യ പ്രവണത ഉള്ള മക്കളെ കാണുന്നു, അവർക്കെല്ലാം പാവബോധ പശ്ചാത്തലവും മാനസാന്തരം കൊടുത്തണമേ. അവരെല്ലാവരും ധ്യാനത്തിലേക്ക് വരട്ടെ. 2 കോടി ദൈവമക്കൾ, 2 കോടി ദൈവമക്കൾ ബഥേൽ മാതാവിൻ്റെ ടീമിലേക്ക്
എനിക്ക് ധ്യാനം കൂടാനായിട്ട് മാനസാന്തരം അവർ വരട്ടെ, മാനസാന്തരം ഉണ്ടാവട്ടെ, ധ്യാനം കൂടാൻ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് നമ്മുടെ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ. ആമേ. മാതാവേ, ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുകയാണ്. മാതാവേ, ഏറ്റെടുക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയാലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ അടുക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാതാവ് മാധ്യസ്ഥം വഹിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. മാതാവേ, ഞങ്ങളുടെ കാര്യങ്ങളിൽ, ഞങ്ങളുടെ ധ്യാനങ്ങളിൽ, ധ്യാന കേന്ദ്രത്തിലും മാതാവ് ശ്രദ്ധാലുവായതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി കർത്താവേ. കർത്താവേ, 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 ആശീർവദിക്കണമേ. ദൈവമേ, ആശീർവദിക്കണമേ. ഈശോയേ, 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 ആശീർവദിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മക്കളെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, സൗഭാഗ്യം ഉണ്ടാവട്ടെ, ഉയർച്ച ഉണ്ടാവട്ടെ, ആനന്ദം ഉണ്ടാവട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.